കാര്യമാണ്. അതേസമയം സുന്നത്തായ കാര്യങ്ങളുടെ പേരിൽ ഇത് ചെയ്യുമ്പോൾ അത് ഗുരുതരമായ അപരാധമായി മാറുന്നു. ഈ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി കർമ്മശാസ്ത്രപരമായ വിശേഷിച്ചും ശാഖാപരമായ നിസ്സാരമായ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ എടുത്ത സമീപനം. അതുതന്നെയാണ് ലോക ഇസ്ലാമിക സമൂഹത്തിൻ്റെ സമീപനം. അതുതന്നെയാണ് പൂർവികരായ സലഫി പണ്ഡിതന്മാരുടെ സമീപനം. ആധുനിക ലോകത്തിലെ സലഫി പണ്ഡിതന്മാരും ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളെ പരസ്പരം അംഗീകരിക്കുകയും പൊറിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് വസ്തുത. അപ്പോൾ ചോദ്യമുയർന്നു, എങ്കിൽ ഈ അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന കേരളത്തിലെ സുന്നികളോട് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിക്കുന്ന നിലപാടെന്ത്? അവരെന്തുകൊണ്ടാണ് രൂക്ഷമായി എതിർക്കാത്തത്? അവരെന്തുകൊണ്ടാണ് കഠിനമായി വിമർശിക്കാത്തത്? അവരുമായി എന്തുകൊണ്ടാണ് തവസ്സുൽ ഇസ്തിഗാസ പോലുള്ള വിഷയങ്ങളിൽ തർക്കിക്കാത്തത്? ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശകന്മാർ ഉന്നയിക്കാറുണ്ട്. ഇവിടെയും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഇവർ അഥവാ കേരളത്തിലെ സമസ്തയുടെ പ്രവർത്തകന്മാരായ ആളുകൾ മുസ്ലിങ്ങളാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല മുജാഹിദ് സുഹൃത്തുക്കളും അംഗീകരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അവർ യഥാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുന്നു ഇവരെല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് മാത്രമല്ല, അവർ ഇസ്ലാമികമായ കാര്യങ്ങളിൽ സഹകരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാലാണല്ലോ മുസ്ലിം സൗഹൃദവേദിയുടെ യോഗം ചേരുമ്പോൾ പലപ്പോഴും ആ യോഗങ്ങളിൽ കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തിലെ 2 കക്ഷിക്കാരും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സമസ്തയിലെ IK വിഭാഗത്തിൻ്റെ ആളുകൾ പങ്കെടുക്കാറുണ്ട്. MES-ഉം MSS-ഉം ജമാഅത്ത് പ്രവർത്തകന്മാരും ഒക്കെ ഉണ്ടാവാറുണ്ട്. അവരെല്ലാവരും പങ്കെടുക്കുന്ന ഇത്തരം യോഗങ്ങൾ വരുമ്പോൾ അവിടെ നമസ്കാര വേള എത്തിയാൽ നമസ്കാരത്തിന് ഇമാം നിൽക്കാറുള്ളത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹമാണ്. അദ്ദേഹമില്ല എങ്കിൽ ചിലപ്പോൾ ആലിക്കുട്ടി മുസ്ലിയാരാണ് നിൽക്കാറുള്ളത്. അഥവാ IK വിഭാഗം സമസ്തയുടെ നേതാക്കന്മാരാണ് പലപ്പോഴും ഇമാമായി നിൽക്കാറുള്ളത്. അവരെ ജമാഅത്ത് ഇസ്ലാമിക്കാർ തുടരാറുണ്ട്, അവരെ മുജാഹിദ് വിഭാഗത്തിലെ ഇരുകക്ഷിക്കാരും തുടരാറുണ്ട്. അഥവാ അവർ മുസ്ലിങ്ങളായി അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. എന്ന് മാത്രമല്ല, അവർ മുസ്ലിങ്ങളല്ല എന്ന് യഥാർത്ഥത്തിൽ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആരും പറയുന്നില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയമായി നാം മനസ്സിലാക്കുക, സമസ്തക്കാരെ പോലുള്ളവർ മുശ്രിക്കുകളാണെന്നോ കാഫിറുകളാണെന്നോ മുജാഹിദ് പണ്ഡിതന്മാർ ഇക്കാലം വരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അവർ തന്നെ എഴുതിയിട്ടുള്ളത്. ഒന്നുകൂടി ഞാൻ വായിക്കാം. സമസ്തക്കാരെ പോലുള്ളവർ മുശ്രിക്കുകളാണെന്നോ കാഫിറുകളാണെന്നോ മുജാഹിദ് പണ്ഡിതന്മാർ ഇക്കാലം വരെയും പ്രഖ്യാപിച്ചിട്ടില്ല. മറിച്ച് അവരെ മുസ്ലിങ്ങളായി അംഗീകരിക്കുകയും മുസ്ലിങ്ങളോടെന്ന പോലെ അവരോട് വർത്തിക്കുകയും ചെയ്യുന്നു. അവരുടെ പിന്നിൽ നമസ്കരിക്കുന്നു, അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നു. അഥവാ സമസ്തക്കാരായ കേരളത്തിലെ സുന്നികളായി അറിയപ്പെടുന്ന സമസ്ത വിഭാഗക്കാരായ ആളുകൾ മരിച്ചാൽ അവർക്ക് മയ്യത്ത് നമസ്കരിക്കുന്നു, അവരുടെ പിന്നാലെ തുടർന്ന് നമസ്കരിക്കുന്നു, അവരുമായി വിവാഹബന്ധം നടത്തുകയും ചെയ്യുന്നു, അവർ അർത്ഥം തിന്നുകയും ചെയ്യുന്നു, ഒരേ ശ്മശാനത്തിൽ അവരെ മറവ് ചെയ്യുന്നു, ഷിർക്ക് ചെയ്യുന്നവരുടെ അനന്തരാവകാശം സ്വീകരിക്കുകയും ഷിർക്ക് ചെയ്യുന്നവർക്ക് അനന്തരാവകാശം കൊടുക്കുകയും ചെയ്യുന്നു. എന്തിനധികം മാസപ്പിറവി പോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ കൂടി അവരോടൊന്നിച്ച് സൗഹൃദവേദികൾ ഉണ്ടാക്കുന്നു. അവരുടെ യോഗങ്ങളിൽ സമസ്തക്കാരെ ഇമാമുകളാക്കി നമസ്കരിക്കുക പോലും ചെയ്യുന്നു. അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അഥവാ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ 2 വിഭാഗത്തിലുള്ള ആളുകളും കേരളത്തിലെ സമസ്ത പ്രവർത്തകന്മാരായ ആളുകളെ തുടർന്ന് നമസ്കരിക്കുന്നു, അവർ അർത്ഥം തിന്നുന്നു, അവർക്ക് അനന്തരാവകാശം കൊടുക്കുന്നു, അവരുടെ അനന്തരം എടുക്കുന്നു, അവരുടെ പിന്നാലെ നമസ്കരിക്കുന്നു, അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നു. അഥവാ അവർ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളാണ് എന്ന കാര്യം അംഗീകരിക്കുന്നു എന്നർത്ഥം. ഇത് സംബന്ധമായി ഇനി ഒരു ചോദ്യത്തിന് ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് നൽകിയ മറുപടി കൂടി ഏറെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അഥവാ എന്തായിരുന്നു ചോദ്യമെന്ന് ചോദിച്ചാൽ, സുന്നികൾ ഷിർക്ക് ചെയ്യുന്നവരാണെന്നാണല്ലോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അൽമനാറിലെ ലേഖനങ്ങളിൽ കാണുന്നത്. മുശ്രിക്കുകളായ സുന്നികളോടൊന്നിച്ച് മുസ്ലിം ഐക്യവേദി സ്ഥാപിക്കുന്നതിന് എങ്ങനെയാണ്? മുസ്ലിങ്ങൾ തമ്മിലല്ലേ ഐക്യം വേണ്ടത്? മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ യോജിപ്പുണ്ടാക്കാൻ മുസ്ലിം മുശ്രിക്ക് ഐക്യം കൊണ്ട് സാധിക്കുമോ? ഈ സംശയത്തിന് മറുപടി പ്രതീക്ഷിക്കുന്നു. അഥവാ അൽമനാറിലേക്ക് അയച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ പറയുന്നത് സുന്നികൾ ഷിർക്ക് ചെയ്യുന്നവരാണ്, അവർ മുശ്രിക്കുകളാണ്. യഥാർത്ഥത്തിൽ മുശ്രിക്കുകളും മുസ്ലിങ്ങളും തമ്മിലല്ലോ ഐക്യമുണ്ടാവേണ്ടത്. പിന്നെ എങ്ങനെയാണ് മുസ്ലിം ഐക്യവേദിയിൽ സുന്നികളോടൊന്നിച്ച് പങ്കെടുക്കുന്നത് മുജാഹിദ് നേതാക്കൾ എന്നാണ് ചോദ്യം. അതിന് ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി നൽകിയ മറുപടിയാണ് ഞാൻ വായിക്കുന്നത്. മുശ്രിക്ക് എന്നതിന് 2 അർത്ഥകൽപ്പനകളുണ്ട്. ഒന്ന്, ബഹുദൈവ വിശ്വാസി ആണെന്ന് സ്വയം അംഗീകരിക്കുന്നയാൾ. 2, ബഹുദൈവാരാധന നടത്തുന്ന ആൾ. ഈ രണ്ടാമത് പറഞ്ഞയാൾ താൻ ബഹുദൈവ വിശ്വാസിയാണെന്ന് സമ്മതിച്ചു കൊള്ളണമെന്നില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, 1 ബഹുദൈവവാദി, 2 ബഹുദൈവ ആരാധന നടത്തുന്നവൻ. ഈ 2 അർത്ഥകൽപ്പനകളും ഖുർആനിൽ കാണാം. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട അവിശ്വാസികൾ വ്യക്തമായ തെളിവ് തങ്ങൾക്ക് വന്നു കിട്ടുന്നത് വരെ വേറിട്ട് പോകുന്നവരായിട്ടില്ല എന്ന അഥവാ സൂറത്തുൽ ബയ്യിനത്തിലെ 1-ാമത്തെ വാക്യത്തിൻ്റെ അർത്ഥമാണ് കൊടുത്തത്. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന്
വല്ല നന്മയും നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുന്നത് വേദക്കാരും ബഹുദൈവാരാധകരിലും പെട്ട സത്യനിഷേധികൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ്. സൂറത്തുൽ ബഖറയിൽ 105-ാമത്തെ ഈ വാക്യത്തിൻ്റെ പരിഭാഷയും കൊടുത്തു. ഇവിടെ വേദക്കാർ മുശ്രിക്കുകൾ എന്നിങ്ങനെ പ്രത്യേകം 2 വിഭാഗമായി പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ വേദക്കാരും ശിർക്ക് ചെയ്യുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുമുണ്ടല്ലോ എന്ന് പറഞ്ഞ് വേദക്കാരായ അഹ്ലു കിതാബുകളായ ആളുകൾ ചെയ്യുന്ന ഷിർക്കിനെ കുറിച്ചുള്ള ആയത്ത് ഉദ്ധരിക്കുന്നു. അതിനുശേഷം പറയുന്നു, ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ ഷിർക്ക് ബഹുദൈവ ആരാധനാ കുറ്റം ആരോപിക്കുന്നു. എന്നാൽ അവരെ മുശ്രിക്ക്, ബഹുദൈവവാദി അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസി എന്ന് വിളിക്കുന്നില്ല. കാരണം തങ്ങൾ ബഹുദൈവ ആരാധന നടത്തുന്നുവെന്നോ ബഹുദൈവ വിശ്വാസികളാണെന്നോ അവർ അംഗീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ മുസ്ലിം എന്ന് വാദിക്കുന്നവരെ മുസ്ലിം സമൂഹ അംഗമായും ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നവരെ ക്രിസ്ത്യാനികളായും ബഹുദൈവ വിശ്വാസികളായി സ്വയം അംഗീകരിക്കുന്നവരെ ബഹുദൈവവാദികളായും വിശേഷിപ്പിക്കുകയാണെന്ന് വിശുദ്ധ ഖുർആന്റെ ശൈലി. അതുതന്നെയാണ് പരക്കെ അംഗീകരിക്കപ്പെട്ടു പോരുന്ന രീതിയും. അതനുസരിച്ച് മുസ്ലിം ഐക്യമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെന്ന് സ്വയം അംഗീകരിക്കുന്നവർക്കിടയിലുള്ള ഐക്യം എന്നാണ് വിവക്ഷ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് സൗഹൃദവേദി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ ഇതിനർത്ഥം മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് ഷിർക്ക് വരികയില്ല എന്നല്ല. അവരിൽ നിന്ന് ഷിർക്ക് വരാം, അത് എതിർക്കപ്പെടുക തന്നെ വേണം താനും. അൽമനാർ 2000 മെയ് പേജ് 44-45. ഇനി ഇവർ മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് മുജാഹിദ് സംഘടന പിളർന്ന ശേഷം ഇവിടെ ഔദ്യോഗിക മുജാഹിദായി അറിയപ്പെടുന്നവരുടെ പത്രമാണ് വിചിന്തനം. ആ വിചിന്തനത്തിലെ ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി നമുക്ക് ശ്രദ്ധിക്കാം. അന്ധവിശ്വാസിനിയായ ഭാര്യയെ ഒഴിവാക്കണമോ? അഥവാ ഖുറാഫാത്ത് നടത്തുന്ന അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളായ ഭാര്യമാരെ ഒഴിവാക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ചോദ്യം ഇതാണ്: എൻ്റെ നാട്ടിൽ ഷിർക്കും ഖുറാഫത്തും ചെയ്തു പോന്നിരുന്ന ഒരു കുടുംബനാഥനും മക്കളും സലഫി പ്രസ്ഥാനത്തിലേക്ക് വന്നു. എന്നാൽ ഭാര്യ മാറിയിട്ടില്ല. അവളുമായി ഭർത്താവിന് ബന്ധം തുടരാമോ? വിവാഹമോചനം നടത്തേണ്ടതുണ്ടോ? ഈ ചോദ്യത്തിന് നൽകിയ മറുപടി: ഈസാ ദൈവപുത്രനാണെന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികൾ അറുത്തത് ഭക്ഷിക്കാനും അവിടെ സ്ത്രീകളെ വിവാഹം ചെയ്യാനും ഖുർആൻ അനുവാദം നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുകയും ഒരേ കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയും ചെയ്യുന്ന ഖുർആൻ്റെ അനുയായികളിൽപ്പെട്ട ഭാര്യയുമായി വിവാഹബന്ധം തുടരാവുന്നതാണ്. അത്തരക്കാരെ മുസ്ലിങ്ങളായി കരുതി അവരുടെ വിശ്വാസ വൈകല്യങ്ങളെ തിരുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇക്കാര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട്. അഥവാ കേരളത്തിലെ സമസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളാണ്. അടിസ്ഥാനപരമായി അവർ അള്ളാഹുലും പരലോകത്തിനും വിശ്വസിക്കുന്നവരാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നവരാണ്. നിർബന്ധമായ ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. അതേസമയം അവരിൽ വിശ്വാസപരമായ വൈകല്യങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്. ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിം സഹോദരനോട് പെരുമാറുന്ന എല്ലാ ഗുണകാംക്ഷയോടും കൂടി, എല്ലാ സതുദ്ദേശത്തോടും കൂടി, എല്ലാ സൽസ്വഭാവത്തോടും പെരുമാറ്റത്തോടും കൂടി അവരെ യുക്തിപൂർവ്വം ഉപദേശിച്ച് മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ജമാഅത്ത് ഇസ്ലാമി അവരിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നീക്കം ചെയ്യുവാൻ ഈ മനഃശാസ്ത്രപരമായ യഥാർത്ഥത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ രീതിയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിക സാഹോദര്യ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരവും ഒഴിവാക്കാനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ശ്രമം വിജയിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെയോ പാകിസ്ഥാനിലെയോ ബംഗ്ലാദേശിലെയോ ജമാഅത്ത് പ്രവർത്തകന്മാരിൽ ഒരാൾ പോലും അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ വെച്ച് പുലർത്തുന്നവരായി ഇല്ല. അവരിൽ ആരും ഇസ്തിഹാസ ചെയ്യുന്നവരായില്ല. ആരും ഖബറാരാധന നടത്തുന്നവരായില്ല. അവരെല്ലാവരും തീർച്ചയായും അത്തരം അനാചാരങ്ങളിൽ വ്യാപൃതരായി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിപ്പെട്ടവരായി നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം വളരെ ബോധവൽക്കരിക്കാൻ പറ്റുന്ന ഉത്തമമായ ഗ്രന്ഥങ്ങൾ എഴുതുക, സദ്വേഷത്തോടുകൂടി കാര്യങ്ങൾ അവരെ പറഞ്ഞു ധരിപ്പിക്കുക എന്നതാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ മലയാളത്തിലുള്ള പ്രസിദ്ധീകരണ വിഭാഗം തന്നെ ഖബറാരാധന എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഷിർക്ക് അഥവാ ബഹുദൈവത്വം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമുൻ ജാഹിലിയത്തും എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇസ്തിഹാസയെക്കുറിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ സുന്നത്തും ബിദഅത്തിനെയും കുറിച്ച പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് അവ വായിപ്പിച്ചുകൊണ്ടും അതുപോലെ വ്യക്തിബന്ധം സ്ഥാപിച്ചുകൊണ്ടും ഖുതുബ പ്രസംഗങ്ങളിലൂടെയുമൊക്കെ സതുപദേശത്തോടുകൂടി ഗുണകാംക്ഷയോടുകൂടി മുസ്ലിം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നീക്കം ചെയ്യുവാനാണ് യഥാർത്ഥ ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം: മലപ്പുറം ജില്ലയിലൊരു സമിതി പ്രസിദ്ധീകരിച്ച ഒരു ലഘുലേഖയിലുണ്ടല്ലോ, അതിൽ ഇസ്തിഹാസയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്തിഹാസ നിസ്സാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ അതിലില്ല. ഇസ്തിഹാസ നിസ്സാരമാണ് എന്ന് ആ ലഘുലേഖയിലില്ല. മറിച്ച് മുസ്ലിം സമൂഹത്തിൽ തർക്കം നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയവേ
മരിച്ചുപോയവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും വാദപ്രതിവാദം നടത്തുന്നതിൽ അർത്ഥശൂന്യതയാണ് വിശദീകരിച്ചത്. വാദപ്രതിവാദം കൊണ്ടൊരു കാര്യം സ്ഥാപിക്കാൻ കഴിയുകയില്ല എന്നതുകൊണ്ടാണ്. അതാണെങ്കിലോ ജമാഅത്ത് ഇസ്ലാമിയുടെ അഭിപ്രായം മാത്രമല്ല, മർഹൂം ഇ കെ മൗലവി സാഹിബ് അത് സംബന്ധമായി വാദപ്രതിവാദത്തെക്കുറിച്ച്